നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ വളരെ വലിയൊരു വിജയം കാത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംരംഭം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങളിൽ വളരെയധികം ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവുമൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ നിങ്ങളിൽ പലരും ക്ഷമ വളരെ കുറവുള്ള ആളുകളായിരിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നതിന് പകരം പ്രവർത്തിക്കാനായിരിക്കാം, ആ ഒരു കാര്യം നടപ്പിലാക്കാനായിരിക്കാം നിങ്ങളിൽ പലരും ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രവണത പലപ്പോഴും നിങ്ങൾക്ക് പരാജയം കൊണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക. അങ്ങനെ നന്നായി ചിന്തിച്ച് ക്ഷമയോടെ ആ ഒരു കാര്യത്തെ സമീപിച്ചാൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷം വന്ന് എത്തുന്നുണ്ട്. ഭാഗ്യം, സമൃദ്ധി ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ സങ്കടങ്ങളിലൂടെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് കടന്ന് വന്നതെങ്കിൽ ഇനി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു നിമിഷത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി പക്വതയുള്ള, സ്നേഹമുള്ള, മറ്റുള്ളവരോട് ദയയുള്ള, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സുള്ള ഒരു ആളാണെന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളോട് എന്ത് കാര്യവും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകാറുണ്ട്. നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഉത്തരം നിങ്ങളുടെ അടുത്തു നിന്നും അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം മറ്റുള്ളവരിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ മറ്റുള്ളവർ ഒരു ഉപദേശത്തിനായിട്ടൊക്കെ നിങ്ങളെ സമീപിക്കാറുണ്ട്. നിങ്ങൾ വളരെ സത്യസന്ധരാണ് എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ പല കാരണങ്ങളുടെ പേരിൽ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, തെറ്റിദ്ധരിക്കുന്ന, തള്ളിപ്പറയുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നിങ്ങളുടെ സത്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പല അവസരങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നുണ്ട്. ഇവിടെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എത്ര മോശം രീതിയിലുള്ള കഥകൾ പ്രചരിപ്പിച്ചാലും അതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിച്ച് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു ധാരണ നിലനിർത്തുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കാണുന്നത്. വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ സുഹൃത്ത്, അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ആയാലും നിങ്ങളുടെ ജീവിതത്തെ ആയാലും വളരെയധികം സ്വാധീനിച്ച ഏതോ ഒരു വ്യക്തി ചില കാരണങ്ങളുടെ പേരിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്നും വളരെയധികം അകലം പാലിച്ച് നിൽക്കുകയാവാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു രീതിയിലുമുള്ള ഒരു കോണ്ടാക്റ്റും ഇല്ലായിരിക്കാം. അപ്പോൾ അവരെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്.
ആ ഒരു വ്യക്തിയുടെ വരവ് മൂലം നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം ഉണ്ടാകുന്നുണ്ട്. വളരെയധികം പോസിറ്റീവ് ഊർജം, സന്തോഷം ഇവയൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ മോശം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്താലും ഈശ്വരാനുഗ്രഹത്താലും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ അതിജീവിച്ച് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ വളരെയധികം ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളെയും സമീപിക്കാനും ചെയ്ത് തീർക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏത് കാര്യങ്ങളിലായാലും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിലവിൽ അങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഉപദേശം, മാർഗനിർദ്ദേശമൊക്കെ മറ്റുള്ളവരിൽ നിന്നും കിട്ടാതെ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉള്ളതായിട്ടിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള വഴികൾ, മാർഗങ്ങൾ ഒക്കെ തുറക്കപ്പെടുന്നതാണ്. എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആശങ്കപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുന്നത്, അവിടെ ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഇവയൊക്കെ സാക്ഷാത്കരിക്കാൻ ഈ ഒരു സമയം നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെ പരിശ്രമിക്കേണ്ടതാണ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ക്ഷമയോടുകൂടി തന്നെ പരിശ്രമിച്ച് കാത്തിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ നിങ്ങളുടെ സാഹചര്യത്തെ, നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ നിങ്ങൾ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.